ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 1 മുതൽ 7 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്കു നൽകുന്ന പുതിയ പേര്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്കു നൽകുന്ന പുതിയ പേര് ജൻപോഷൻ കേന്ദ്രം. ഉത്തരം ജൻപോഷൻ കേന്ദ്രം. അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റിനു പേരു നൽകിയ രാജ്യം ഏത്? അടുത്തിടെ അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റിനു പേരു നൽകിയ രാജ്യം. ഉത്തരം പാകിസ്ഥാൻ. തുടർച്ചയായ 2ാം പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ അവനി ലേഖ്ന ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? തുടർച്ചയായ 2ാം പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ അവനി ലേഖ്ന ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഷൂട്ടിംഗ്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH-1 ഇനത്തിലാണ് അവനി ലേഖ്ന സ്വർണ്ണ മെഡൽ നേടിയത്. ഈ ഇനത്തിൽ വെങ്കലം നേടിയത് ഇന്ത്യയുടെ മോന അഗർവാൾ. ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ ഇനത്തിൽ അവനി ലേഖ്ന സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. പാരാലിമ്പിക്സിൽ 2 സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖ്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്നത്. ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആഗോള നിലവാരത്തിലുള്ള വിമാനത്താവള അനുഭവം ഒരുക്കാൻ ലക്ഷ്യമിട്ട് സിയാൽ നടപ്പിലാക്കിയിട്ടുള്ള പുതിയ പദ്ധതിയാണ് 0484 എയ്റോ ലോഞ്ച്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 0484 എയ്റോ ലോഞ്ച് സെപ്റ്റംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക നാളികേര ദിനം എന്ന്? ലോക നാളികേര ദിനം. ഉത്തരം സെപ്റ്റംബർ 2. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21 വയസ്സായി ഉയർത്തിയ സംസ്ഥാനം ഏത്? പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21 വയസ്സായി ഉയർത്തിയ സംസ്ഥാനം. ഉത്തരം ഹിമാചൽ പ്രദേശ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് 6.26 മീറ്റർ ദൂരം ചാടിയ അത്ലറ്റ് ആര്? പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തുകൊണ്ട് 6.26 മീറ്റർ ചാടിയ അത്ലറ്റ്. ഉത്തരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. സ്വീഡിഷ് താരമാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ലുസ്നയിലെ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് പുതിയ ഉയരം കുറിച്ചത്. അടുത്തിടെ രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? അടുത്തിടെ രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ. ഉത്തരം പൃഥ്വി 2. ഒഡീഷ തീരത്തു നിന്നായിരുന്നു പൃഥ്വി 2-ന്റെ പരീക്ഷണം നടത്തിയത്. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ലഡാക്ക്. നിലവിൽ ലേ, കാർഗിൽ എന്നീ 2 ജില്ലകളാണ് ലഡാക്കിൽ ഉള്ളത്. ഇനി മുതൽ 7 ജില്ലകളാണ് ലഡാക്കിൽ ഉണ്ടാവുക. ടെക് കമ്പനിയായ ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയ ഇന്ത്യൻ വംശജൻ ആര്? ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ഇന്ത്യൻ വംശജൻ. ഉത്തരം കെവൻ പരേഗ്. 2024 ഓഗസ്റ്റിൽ കോളറയെ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ. കോളറയെ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഏത്? ഹിൽകോൾ. ഉത്തരം ഹിൽകോൾ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ 200 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ കായിക താരം ആര്? 2024 പാരീസ് പാരാലിമ്പിക്സിൽ 200 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യയുടെ കായിക താരം.
ഉത്തരം പ്രീതി പാൽ. പാരീസ് പാരാലിമ്പിക്സിൽ 2024 ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 2 പാരാലിമ്പിക്സ് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രീതി പാൽ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് താൽക്കാലികമായി നിയമിക്കപ്പെട്ട സിനിമാ നടൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് താൽക്കാലികമായി നിയമിക്കപ്പെട്ട സിനിമാ നടൻ ആര്? ഉത്തരം പ്രേംകുമാർ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചാൻസലർ കൂടിയായ പ്രേംകുമാറിനെ നിയമിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് സംവിധായകൻ അല്ലാത്ത ഒരാൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. അടുത്തിടെ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആര്? അടുത്തിടെ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി. ഉത്തരം AG നൂറാനി. ചിക്കാഗോ സർവകലാശാലയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ബംഗ്ലാദേശിനു ശേഷം ലോകത്ത് മലിനീകരണ അളവിന്റെ തോത് കുറയുന്ന രണ്ടാമത്തെ രാജ്യം ഏത്? ബംഗ്ലാദേശിനു ശേഷം ലോകത്ത് മലിനീകരണ അളവിന്റെ തോത് കുറയുന്ന രണ്ടാമത്തെ രാജ്യം. ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലെ ശാസ്ത്രം, സാങ്കേതികവിദ്യ, നൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി ഏത്? ഇന്ത്യയിലെ ശാസ്ത്രം, സാങ്കേതികവിദ്യ, നൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി. ഉത്തരം വിജ്ഞാൻ ധാര പദ്ധതി. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ പേര്. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ഉത്തരം INS അരിഘാത്. വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ചാണ് അരിഘാതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്നർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നുള്ള അരികാന്ത് എന്ന പേരാണ് അന്തർവാഹിനിക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് 2016 കമ്മീഷൻ ചെയ്തത്. പോർച്ചുഗീസ് ഫുട്ബോൾ താരമായ ക്രിസ്റ്റാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനലിന്റെ പേര്. ക്രിസ്റ്റാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനൽ. ഉത്തരം UR ക്രിസ്റ്റാനോ. ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിനു ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം ഏത്? ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിനു ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം. ഉത്തരം പോളിയോ. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏത്? അടുത്തിടെ ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം. ഉത്തരം മലേഷ്യ. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ. ഉത്തരം സതീഷ് കുമാർ. ഈ പദവിയിൽ എത്തുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് സതീഷ് കുമാർ. നിലവിലെ ചെയർപേഴ്സൺ ജയാവർമ്മ സിൻഹയുടെ കാലാവധി അവസാനിക്കുന്ന ഒഴിവിലാണ് നിയമനം. റെയിൽവേ ബോർഡിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണാണ് ജയവർമ്മ സിൻഹ. ഏഷ്യയിലെ ആദ്യ MPOX ക്ലേഡ് 1B കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഏഷ്യയിലെ ആദ്യ MPOX ക്ലേഡ് 1B കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം. ഉത്തരം തായ്ലൻഡ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത്. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഉത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. പുതിയ പതാകയിൽ അശോക ചക്രവും സുപ്രീം കോടതിയുടെ കെട്ടിടവും ഭരണഘടനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാക പ്രകാശനം ചെയ്തത്. ദേശീയ അധ്യാപക ദിനം എന്ന്. ദേശീയ അധ്യാപക ദിനം. ഉത്തരം സെപ്റ്റംബർ 5. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ
ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. 1888 സെപ്റ്റംബർ 5-നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത്. 1962 മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5-നാണ്. ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കോടതി ആരംഭിച്ചത് എവിടെയാണ്? അടുത്തിടെ ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കോടതി ആരംഭിച്ചത്. ഉത്തരം ആലപ്പുഴ. നിക്ഷേപക തട്ടിപ്പുകളിൽ അകപ്പെടുന്നവരെ സംരക്ഷിക്കുവാനുള്ള കോടതിയാണ് ഇത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഉത്തരം ബി ശ്രീനിവാസൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന NSG സ്ഥാപിതമായത് 1986 സെപ്റ്റംബർ 22-നാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. ഹരിയാനയിലെ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത്. 2024 നവംബർ 26-നാണ് ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നത്. ഭരണഘടനാ ദിനമാണ് നവംബർ 26. 1949 നവംബർ 26-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാമത് വാർഷികത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനം ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം സ്ഥാപിക്കുന്നത്. അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ ആര്? അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ. ഉത്തരം പാവേൽ ദുറോവ്. 2013-ലാണ് പാവേൽ ദുറോവ് ടെലിഗ്രാം സ്ഥാപിച്ചത്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ്. ഉത്തരം സ്ലിപ്പ് കെ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ. പ്രകൃതിയോടൊപ്പം. ഉത്തരം പ്രകൃതിയോടൊപ്പം. അടുത്തിടെ നാസ്കോ ചെയർപേഴ്സണായി നിയമിതയായ ഇന്ത്യക്കാരി ആര്? നാസ്കോ ചെയർപേഴ്സൺ ആയി നിയമിതയായ ഇന്ത്യക്കാരി. ഉത്തരം സിന്ധു ഗംഗാധരൻ. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024-ലെ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി 2ാം വർഷവും തെരഞ്ഞെടുത്തത് ആരെയാണ്? 2024-ലെ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി 2ാം വർഷവും തെരഞ്ഞെടുത്തത്. ഉത്തരം ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അടുത്തിടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏത്? ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. ഉത്തരം ബ്രസീൽ. ട്വിറ്ററിന്റെ പുതിയ പേരാണ് എക്സ്. അടുത്തിടെ ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആര്? ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത്. ഉത്തരം PT ബാബുരാജ്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് സെബി 5 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ വ്യവസായി ആര്? ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് 5 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ വ്യവസായി. ഉത്തരം അനിൽ അംബാനി.